സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളോട് ഞാൻ ഈ പറയണ ദൈവമില്ല. കോവിഡ് വന്നപ്പോ എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ച് മനുഷ്യന്റെ വിശ്വാസവും ഭക്തിയും എവിടെ വീണ്ടും പടർന്നു പിടിച്ചു. ഒരു ഇത്തിക്കണ്ണി പോലെ സമൂഹത്തിന്റെ അധ്വാനത്തിന്റെ വേർപ്പ് ഊറ്റിക്കുടിക്കുന്ന ഇത്തിക്കണ്ണി. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നിങ്ങളോടാ ഞാനീ പറയണേ. നീ പേപ്പറൊക്കെ തുറന്നു നോക്ക്, വായിക്ക്. ഓരോ ദിവസവും യുദ്ധത്തിന്റെ പേരിലും പ്രകൃതിക്ഷോഭത്തിന്റെ പേരിലും എത്ര പേരാണ് ചത്തൊടുക്കണേന്ന്. എന്നാലും പറയും ദൈവമുണ്ടെന്ന്. മനുഷ്യന്റെ കണ്ണുനീര് കാണാൻ പറ്റാത്ത അന്ധനായ ദൈവമാണത്. അന്ധനായവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെപ്പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ തള്ളേ നിങ്ങൾ ഈ കാണാൻ മരുന്നൊക്കെ വിഴുങ്ങണേ? പുള്ളിക്കാരനോട് മാറ്റി തരാൻ പറഞ്ഞാ പോരെ? അത്താഴം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നേരാവുമ്പോൾ കഴിച്ചോ. ഞാൻ കിടക്കാൻ പോവാം. മുട്ടുവേദനയ്ക്ക് ഒരു കുറവുമില്ല. ഓ, ഒരു പട്ടിയുടെ വില പോലും ഇല്ല ഈ വീട്ടില്. പിന്നെ എങ്ങനെ നാട് വന്നവന? എന്റെ ചോദ്യങ്ങൾക്കൊന്നേ നിങ്ങൾക്ക് ആർക്കും ഉത്തരം ഉണ്ടാവില്ലേ? എന്തായിരിക്കണം? എന്തേ കണ്ണുരുട്ടി നോക്കണേ? മനുഷ്യന്റെ വേദനകളും മനസ്സിലാക്കാൻ പറ്റാത്ത കളിമണ്ണ് രൂപങ്ങൾ. ശരിയാണ്, ഈ കളിമൺ പ്രതിമകളിൽ ദൈവത്തെ കാണാനും ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കാനും സാധിക്കില്ല. വാ, എൻ്റെ കൂടെ വാ. ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ, അവരുടെ മനസ്സുകളെ നിനക്ക് ഞാൻ കാട്ടിത്തരാം. വളരെ ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുന്നേ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ പ്രധാന വിഷമമായിരുന്നു രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകളുടെ കുറവ്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി യുവജനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റ് സഹായങ്ങൾക്കുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഇതുപോലുള്ള രംഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ആശ്വാസ വാർത്ത, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് തുകകൾ ചെറുതും വലുതുമായി വന്നുകൊണ്ടിരിക്കുന്നു. വിധവയുടെ ചില്ലിക്കാശ് കണക്കെ തന്നാലാവുന്നതെല്ലാം സംഭാവന ചെയ്യുന്ന ഏവർക്കും 1000 നന്ദി. പറയ്, ആരാ ഈ മനുഷ്യരുടെയൊക്കെ ഉള്ളിൽ നന്മയുടെ കാരുണ്യത്തിന്റെ വിത്ത് പാകിയത്? അത് ശരി. എന്നാ പിന്നെ ദൈവം എത്ര കാരുണ്യവാനാണെങ്കിലേ എന്തിനാ എത്ര ദുരിതമൊക്കെ ഉണ്ടാക്കി വെച്ചേ? എന്തേ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യൊക്കെ വറ്റിപ്പോയ? അതോ ദൈവത്തിന്റെ ബാറ്ററി കാലിയായ? വാ, എൻ്റെ കൂടെ വാ. സാറേ, ഇത് വെറും അഡ്വാൻസ് മാത്രമാണ്. സാർ ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി. പണം അത് വീണ്ടും ഒഴുകി വരും. ഇവിടെ മരം മുറിക്കണത് ഞാൻ കണ്ടില്ലാന്ന് വെക്കാം.
പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്നാ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛേ. അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കേണ്ട. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ട്, എല്ലാവരും നോക്കിക്കോളും. ഇതൊക്കെ കണ്ടിട്ടും തനിക്കിനിയും ദൈവത്തെ പഴിചാരാൻ തോന്നുന്നുണ്ടോ? പ്രകൃതിയെ വെട്ടി നശിപ്പിക്കാനല്ല, നട്ടുവളർത്താനും അതിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കാനുമാണ് ദൈവം മനുഷ്യരെ നിയോഗിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ അത്യാഗ്രഹം അവന്റെ വംശത്തിന് തന്നെ ഭീഷണിയായി മാറും. നിന്റെ ശരിക്കുള്ള പ്രശ്നം കള്ളുകുടിയും ഭാര്യയും മോളും നിന്നെ വിട്ടുപോയതുമല്ലേ? അതൊക്കെ മറച്ചുവെച്ച് ലോകകാര്യങ്ങളിൽ നോക്കി ദൈവത്തെ ശപിക്കുന്നത് ശരിയാണോ? അതെ, ഞാനൊരു തോൽവിയാ. സ്വന്തം ഭാര്യയ്ക്കും വീട്ടുകാർക്കും വിലയില്ലാത്തൊരു തോൽവി ജന്മം. ഇനി പറ, എന്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴാ കരുണ ചൊരിയണേന്ന്? അതിന് നീ ദൈവത്തിനൊരു അവസരം കൊടുത്തിട്ടുണ്ടോ നിന്റെ ജീവിതത്തില്? അമ്മച്ചി മോനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ? മോൻ അതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ? ആ. എൻ്റെ പൊന്നീശോയെ, മോനും പറഞ്ഞോ. എൻ്റെ പൊന്നീശോയെ, നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. എനിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. എനിക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കുറുമ്പ് കാണിക്കാൻ തോന്നിക്കല്ലേ. കുറുമ്പ് കാണിക്കാൻ തോന്നിക്കല്ലേ. പപ്പായ്ക്ക് ജോലിക്ക് പോകാനുള്ള ശക്തി കൊടുക്കണമേ. പപ്പയ്ക്ക് ജോലിക്ക് പോകാനുള്ള ശക്തി കൊടുക്കണേ. പപ്പായ്ക്കും അമ്മച്ചിക്കും എനിക്കും ഒരു വാവും വരുത്തല്ലേ. പപ്പായ്ക്കും അമ്മച്ചിക്കും എനിക്കും ഒരു വാവും വരുത്തല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ വീട്ടിൽ മോള് ഭക്ഷണം കഴിച്ചോ? പപ്പ വരാൻ താമസിക്കും. വേണ്ട മമ്മി, പപ്പ വാക്ക് പറഞ്ഞതല്ലേ. എന്റെ ബർത്ത്ഡേക്ക് അന്ന് ഒപ്പം ഭക്ഷണം കഴിക്കാൻ താറ്റ പോവാന്ന് പറഞ്ഞതല്ലേ. അപ്പച്ചാ, ഒരു നല്ല ദിവസമായിട്ട് ഇന്നെങ്കിലും നിങ്ങൾക്ക് കുടിക്കാതെ വരായിരുന്നില്ലേ? മതി നിങ്ങളുടെ ഒപ്പം ഈ നശിച്ച ജീവിതം. ഞാൻ എൻ്റെ മോളെയും കൂട്ടി പോവാ. വാ മോളെ. മോളെ, നീതിമാന്റെയും പാപിയുടെയും മേൽ ഒരുപോലെ കരുണ ചൊരിയുന്നവനാണ് ദൈവം. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും നീ തന്നെ. എന്നിരുന്നാലും ആ ദൈവം ധൂർത്തപുത്രനെ വിളിക്കുന്നത് പോലെ നിന്നെയും മാടി വിളിക്കുന്നു. കരുണയുടെ കവാടത്തിലേക്ക്, കുമ്പസാരമെന്ന കൂദാശിയിലേക്ക് ദൈവത്തിൻ്റെ കരുണയെ തോൽപ്പിക്കും വിധം പാപം ചെയ്യാൻ നമുക്ക് സാധിക്കില്ലടോ. ഒന്നു മാത്രം ആവശ്യമുള്ളൂ, തിരിച്ചു വരാനുള്ള മനസ്സ്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനുമാവില്ല. പോയി മനസ്സ് തുറന്ന് കുമ്പസാരിക്ക്. ദൈവകരുണയുടെ നീർച്ചാലുകൾ നിന്നെ പുൽകും. അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. കുരിശുവരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശുവരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ
കൊതിക്കുന്നു. അപ്പച്ചാ, ഈശോയുടെ അപ്പച്ചൻ പിതാവായ ദൈവല്ലേ? അപ്പോ ഈശോ സ്വർഗത്തിലല്ലേ ജനിക്കണ്ടേ? പിന്നെ എന്തിനാ ഭൂമിയിൽ വന്ന് ജനിച്ചേ? അതെന്താണെന്നറിയും മോളെ, പാപികളെ രക്ഷിക്കാനല്ലേ ഈശോ വന്നത്. നിന്റെ അപ്പച്ചനെ പോലുള്ള പാപികളൊക്കെ ഇവിടെ ഈ ഭൂമിയിലല്ലേ. അപ്പൊ പിന്നെ ഈശോയ്ക്ക് ഈ ഭൂമിയിലല്ലേ വന്ന് പിറക്കാനാവും.